ത്രില്ലിംഗ് മൂവിയാണ്. മസ്റ്റ് ആ ഒരു ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അതായത് നമുക്ക് ഒരു ഹൈ റേഞ്ച് ആംബിയൻസ് ആണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഡയറക്ടറാണ്. എല്ലാവരും ആക്ടേഴ്സൊക്കെ നമുക്ക് അറിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആക്ടേഴ്സാണ്, സബ് ആക്ടേഴ്സൊക്കെ. അവരൊക്കെ നല്ല പെർഫോമൻസാണ്, നന്നായിട്ടുണ്ട്. മസ്റ്റ് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട മൂവിയാണ്. ഒരു ക്ലാസിക് കാറ്റഗറി പെടുന്നത്. എന്തോ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ മൂവിയാണ്. ഇപ്പോൾ ഞാൻ വൈഫും കൂടിയാണ് കാണാൻ വന്നത്. ഫാമിലിയായിട്ട് തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ്. സൂപ്പറായിട്ട് നല്ല ത്രില്ലിംഗ് മൂവിയാണ്. നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നല്ല മൂവിയാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല, സൂപ്പറാണ്. അപർണയും രാജ്ബി ഷെട്ടിയും കട്ടയ്ക്ക് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ പെർഫോമൻസ് ആണ്. ത്രില്ലറാണെന്ന് പറയാം. നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ത്രില്ലർ മൂവിയാണ്. അതെ തീർച്ചയായിട്ടും. എന്നാലാണ് നമുക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ. നല്ല മൂവിയാണ്, മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. സൂപ്പർ മൂവിയാണ്. ബ്രോ, ഒരു വെൽ മെയ്ഡ് മൂവി ആയിട്ട് തോന്നി. ആക്ച്വലി വെൽ മെയ്ഡ്, നല്ല കാസ്റ്റ്, നല്ല പ്രോപ്പർ സ്പീഡ് ഉണ്ടായിരുന്നു പടത്തിന്, നല്ല സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്ങും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിൻ്റെ സ്ക്രീൻ പ്ലേയും എല്ലാം ഭയങ്കര സീറ്റ് എഡ്ജിങ് ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് ആക്ച്വലി എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. നല്ല പേസും നല്ല ഡീറ്റെയിലും ഉണ്ടായിരുന്നു. ടുവേർഡ്സ് എൻ്റെ പടം നല്ലൊരു പീക്കിലേക്ക് പോയായിരുന്നു. ആക്ച്വലി നന്നായിട്ട് എൻജോയ് ചെയ്തൊരു മൂവി, റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് ആക്ച്വലി ഒരു പ്രോപ്പർ ത്രില്ലറാണ്. നമ്മൾ കുറേ ത്രില്ലർ കണ്ടുകൊണ്ട് സ്റ്റിൽ ഇതിൻ്റെ അകത്തുള്ളൊരു സ്റ്റൈലും ഇമോഷൻസും ഒക്കെ നമ്മൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. നിങ്ങൾ കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, കാസ്റ്റിംഗ് ഒക്കെ പ്രോപ്പറായിരുന്നു. അപർണ ചെയ്തത്, അപർണയുടെ ആക്ഷനൊക്കെ ഭയങ്കര എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. നല്ല രസമായിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രസമായിട്ട് ഇമോഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രൂ ഔട്ട് മൂവി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, കാസ്റ്റിംഗ് ഒക്കെ പ്രോപ്പറായിരുന്നു, പക്കയായിരുന്നു. പടം പ്രോപ്പർ. ഫസ്റ്റ് ഹാഫ് അങ്ങനെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് ഒന്നും നമുക്ക് ഡീറ്റെയിൽ തരുന്നില്ല. ഫസ്റ്റ് ഹാഫ് അവരുടെ സിറ്റുവേഷൻ നമുക്ക് കാണിക്കണം. അതായത് ഒരു ട്രാപ്പാണെന്നുള്ള സിറ്റുവേഷനാണ് പടം എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ മുതൽ തീരുന്ന വരെ പടത്തിൻ്റെ പേസ് വേറെ എവിടെയായിരുന്നു. ആക്ച്വലി പ്രോപ്പർ പേസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് പ്രോപ്പർ മൂവി ആയിരുന്നു. പടം തീർന്നിറങ്ങുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടായിരുന്നു. ക്വാളിറ്റി മൂവി ആയിരുന്നു. എന്താ ഞാൻ നോർമലി കാമാണ്, ഇപ്പോഴും കാം. എനിക്കറിയില്ല, എൻ്റെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ അവരുടെ വർക്ക്, ടീം അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാണാം ഓഡിയൻസ് റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ. സോ വാട്ട് എവർ റെസ്പോൺസ് വി ഗെറ്റ് നൗ, വി മേ നോട്ട് വി വോണ്ട് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി. സോ കാണാം നമുക്ക് ആക്ച്വലി ഈവനിങ് നമുക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് റെസ്പോൺസ്. ഷീസ് എ ബ്യൂട്ടിഫുൾ ആക്ട്രസ്, നല്ല പെർഫോമറാണ്. സോ ഇവിടെ വന്നിട്ടില്ലേ? ഇല്ല, അവർ എത്തുന്നേ ഉള്ളൂ. തൃശ്ശൂരുണ്ടോ? ഓക്കെ നീ നിങ്ങളെല്ലാവരും കണ്ടോ? ആരുടെ? ഇല്ല എൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ എൻ്റെ അത് ഇല്ല, അങ്ങനൊന്നും ഇല്ല. So but I'm happy with whatever I have done. I'm absolutely happy. ഞാൻ അവനെ ജസ്റ്റിഫൈ ചെയ്യില്ല, പക്ഷേ I don't relate with him. ഞാൻ അത്ര വെഞ്ചൻസ് ഉള്ള ആൾക്കാർ ആളൊന്നും അല്ല. he always like എൻ്റെ ഹീറോ മാത്യു ആണ്. എൻ്റെ ഹീറോ മാത്യു ഒന്നും അല്ല. But it's good to play something which is actually എപ്പോഴും നമുക്ക് ഒരു നെഗറ്റീവ് പറഞ്ഞാൽ he's always bad towards everything in the world. ബട്ട് അങ്ങനെ ഒന്നുമില്ല. ആക്ച്വലി എല്ലാവരും വില്ലൻ തന്നെ, എല്ലാവരും വില്ലനും എല്ലാവരും ഹീറോയും. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സോ ആരെയും ബ്ലാക്കും വൈറ്റ് ആക്കാൻ നോക്കുന്നില്ല. രണ്ടുപേരുടെ പെർസ്പെക്റ്റീവ് വളരെ ജെനുവൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ഓഡിയൻസ് തീരുമാനിക്കുക കണ്ടിട്ട്. ഓക്കെ, അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും നമ്മൾ അതിനെ ജെനുവനായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ ജെനുവനിറ്റി നമ്മൾ ആ പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകൻ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പറയണം. പിന്നെ ചീഫ് അസോസിയേറ്റീവ് ഡയറക്ടർ ക്രിസ് അങ്കിൾ, പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ അൽമംഗൾ, പിന്നെ രുദ്രം ക്രൂ, ഫുൾ എനിക്ക് താങ്ക് യു പറയണം. അടിപൊളിയായിരുന്നു. നല്ല മൂവിയാണ്. നല്ല